പറയണത്? ഷൈന് പറയണത് എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ 10-300 കപ്പയുടെ ചുവടും ഒരു 10-50 റബ്ബറൊക്കെയാണ് കുഞ്ഞ് ജീവിതമായിട്ട് അങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പം ഞാൻ 5 പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ആർക്കും. ചോദിക്കണവന്മാരെല്ലാവരും പറയണത് 8 ലക്ഷം വേണം, 12 ലക്ഷം വേണം, ചില ഏജൻസി ചിലപ്പോൾ പറയും 14 ലക്ഷം വേണമെന്ന് പറയും. പക്ഷെ അതിന് പറയും ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറയും. ആരുടെ പറയണത്? അവരോടാ പറയണത്. എന്താ കാര്യം? ഞാൻ ഇത് പോണത് അമ്മയുടെ ആശീർവാദത്തിന്. അതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്. ഉടമ്പടി ഒരു ജീവിതമാണല്ലോ ശരിക്കും. കാര്യം എൻ്റെ കാശില്ല, പക്ഷെ എൻ്റെ അമ്മ വിടുമെന്ന് എന്നോട് മനസ്സിനോട് പറയുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ വിടുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ രസമുള്ളത്, എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒന്നും അധികം അറിയാൻ പാടില്ല. ഇൻ്റർവ്യൂവിനൊക്കെ വരുന്നാൽ എന്ത് പറയും, സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ സെൻഡ് പോലും അറിയാൻ പാടില്ല. ആ ഷൈനിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതായത് അവരൊരു വീട്ടമ്മയല്ലേ, 42 വയസ്സായെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും അവർക്ക് ഒരു 10ാം ക്ലാസ് അങ്ങനെ അല്ല അതല്ല, അവർ നേഴ്സാണ്. അതല്ല, ഇത്രയും നാൾ ഗ്യാപ്പ് വന്നില്ലേ, അവരുടെ മക്കളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിലപാട്, ഈ കാർക്കശ്യമായ നിലപാട്, ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ കരുത്? അവിടെ പൈസ ഇല്ല കൊടുക്കാൻ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർ ഈ ദാർഢ്യമായിട്ട് പറയണത് എന്താണ്? അമ്മയെ കണ്ടുകൊണ്ടാണ് പറയണത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് അതാണ് എൻ്റെ അടിയൊഴുക്ക്. അതാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താണ്? 5 പൈസ ഇല്ലാതെ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പോൾ അവർ തിരക്കി എല്ലായിടത്തും. അപ്പോൾ 8 ലക്ഷം പറഞ്ഞു തൊട്ട് 14 ലക്ഷം വരെ പറഞ്ഞു പോകാൻ വേണ്ടി. പക്ഷേ ഇവരെന്താ ചെയ്യുക? അപ്പോൾ ഇവരെന്നിട്ട് എന്താ പറയുക, എനിക്കൊരു ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് ഇംഗ്ലണ്ടിൽ ചെല്ലാൻ പോണത്. അതാണ് വിഷയം. പക്ഷെ അതല്ല, ഇംഗ്ലണ്ടിൽ ചെല്ലാനുള്ളൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത് തന്നെ കണ്ടില്ലേ. നമുക്ക് ചിലപ്പോൾ ചിലർ അടുത്ത പഞ്ചായത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് വലിയൊരു സ്വപ്നവും ഇച്ഛാശക്തിയും കൂടിയാണ്. ഇതൊക്കെ എങ്ങനെ വരണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അവസാനം ഇവർ ഒരു ബ്രിട്ടീഷ് കമ്പനി ഇവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കറിയാവുന്ന പോലെയൊക്കെ അവർ പറയുന്നുണ്ട് അവരോട്. പക്ഷേ ഓഫർ ലെറ്റർ മാത്രം വരുന്നില്ല. അപ്പോൾ ഓഫർ ലെറ്റർ വരാതിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഈ ഇംഗ്ലീഷുകാരൻ അല്ല ഇവരെ ഇത് റിജക്റ്റ് ചെയ്യണത്, ആപ്ലിക്കേഷൻ. അപ്പോൾ ഇംഗ്ലീഷുകാരൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ അത് അവർ ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോഴേ ഷൈനി ഒരു സാക്ഷ്യം കേൾക്കും. സാക്ഷ്യം കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ജോലി, അതായത് നിരാകരിച്ച ജോലി കമ്പനി വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കും. അപ്പോഴത് സാക്ഷ്യം അവളെ കേൾക്കണതല്ല, മാതാവ് അവളെ കേൾപ്പിക്കണതാണ്. അതായത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം മക്കളെ. ഉടമ്പടി ചെയ്യുമ്പോൾ നീ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ നിന്നെ വിടാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നോക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവൾക്ക് ലെറ്റർ വരുന്നില്ല. ലെറ്റർ വരാത്തപ്പോൾ ഇവളിനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുമ്പോൾ ഇവളൊരു സാക്ഷ്യം കേൾപ്പിക്കും. പണ്ട് അമ്മ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളൊരു സാക്ഷ്യം കേട്ടാൽ പോലും അമ്മയുടെ ഒരു നിഴൽരൂപം അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങളെ കേൾപ്പിക്കണമാണത്. നീ പിന്തിരിയരുത്, നീ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷൈനി വിചാരിക്കും അപ്പോഴുടനെ ഇവർ വിചാരിക്കേ ശരി എന്നാൽ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്മാറാനല്ല, അവരുടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല ഈ രോഗികളെ കാണാൻ വേണ്ടി. പിന്നെ ഷൈനി ഉടനെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയത്തില്ല ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം, അവിടെ പാവപ്പെട്ട രോഗികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് ആശുപത്രി പോകാനാണ്, നാട്ടിൽ തന്നെയുള്ള പല പ്രൈവറ്റ് ആശുപത്രിയും പോയേക്കാൻ രോഗികളെ കണ്ടാൽ മതിയല്ല. അതൊക്കെ ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞാൽ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതിന് ജ്ഞാനം കിട്ടിയിരിക്കണതും എന്നോടല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും ഓരോ കാര്യം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് കറക്റ്റായിരിക്കും. നിങ്ങൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഈ നാക്കിട്ട് ചലിപ്പിച്ച് ചെല്ലി ദൈവത്തിന് അകപ്പെടുത്താമെന്ന് വിചാരിച്ച് അകപ്പെടത്തില്ല. അങ്ങനെ അകപ്പെടുത്തുന്ന ദൈവമല്ല.
സത്യമായ ദൈവമായത് കാരണം ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളിലൂടെ അകപ്പെടത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾ മാന്യം മര്യാദ ഇറങ്ങി ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യണം. എവിടെയെല്ലാം സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് സത്യസന്ധമായിട്ട് ഉടമ്പടിയോട് നിങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് തീ കത്തും. അവിടെ തന്നെ വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെയൊക്കെ കണ്ട് പത്രമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്ത് അവർ സുവിശേഷ വേല തുടങ്ങി. അപ്പം തന്നെ ഈ നിരാകരിച്ച കമ്പനി തിരിച്ച് വിളിച്ചു. ആ സെക്കൻഡാണ് വിളിക്കണത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വിളിക്കും. കാരണം ദൈവം വാക്ക് മാറത്തില്ല ഒരിക്കലും, നിങ്ങളാണ് ഈ വാക്ക് മാറണത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വന്നിരിക്കുന്നത് അവർ പറയണ എന്തെങ്കിലും ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കും. കുറച്ച് പേര് അത് തൊട്ടടുത്തുള്ള ആരെങ്കിലും രോഗികളൊക്കെ പോയി കണ്ടിട്ട് മാതാവിൻ്റെ കണ്ണിൽ പൊടിയിടും. ചില ആൾക്കാർ പത്രം പലപ്പോഴായിട്ടൊക്കെ കൊടുത്തൊക്കെ തീർക്കും. അത് വെച്ചാൽ വല്ല വീട്ടിൽ വല്ല ഇൻസ്റ്റാൾമെൻറ്റാ വല്ല ചിട്ടിയുടെ കാശടക്കാനൊക്കെ വന്നവർക്ക് ഓരോ പത്രമൊക്കെ ഇങ്ങനെ കൊടുത്ത് അവിടെ വേറെ നമ്മുടെ കൈ നനയാതെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങളിങ്ങനെ ചെയ്ത് ഒപ്പിക്കണ സാധനമല്ല ഇത്. ദൈവത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണ പരിപാടിയാണ്. അത് നെഞ്ചുറപ്പോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ഞാൻ. കർത്താവിനെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു. എന്നിലൂടെ 10,000 മനുഷ്യർ ഈ കാലഘട്ടത്തിൽ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഞാനിപ്പം മാത്രമല്ല, കാലാകാലം ഞാൻ മരിക്കണവരെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ പഠന്മാരായിട്ട് മാറാൻ വരുമ്പോൾ അപ്പം ദൈവമാരാണ് നിങ്ങളറിയും. നിങ്ങളിങ്ങനെ വാദപ്പനിയും പിടിച്ച് ചിക്കൻ ഗുനിയായും വന്ന് ഡെങ്കിപ്പനിയും വന്ന് തക്കാളിയും വന്ന് എല്ലാം പിടിഞ്ഞ് പനി പിടിച്ച രോഗികളെപ്പോലെയാണ് പലരും ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഈ വെടിമരുന്നിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. കാര്യം ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണല്ല, ചെല്ലുന്ന പ്രാർത്ഥന അല്ലല്ല. കാര്യം നമുക്കറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ തുടങ്ങിയതാണ്, ദൈവം തുടങ്ങിച്ചതാണ്. എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ജപമാല ഒരു കാലഘട്ടത്തിൽ 12-ാം നൂറ്റാണ്ട് 10 പ്ലേഗിൻ്റെ കാലം കഴിഞ്ഞപ്പോഴേ, അതായത് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു തീർന്നിട്ടുള്ള ഒരു 10-ാം നൂറ്റാണ്ടുണ്ട്. കുരിശുയുദ്ധം നടത്തിയ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ യൂറോപ്പ് തളർന്നു പോയൊരു കാലഘട്ടത്തിലാണ് ഈ ശക്തിയുടെ ആയുധമായിട്ട് വരുന്നത്, ജപമാലയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം സെൻറ്റ് ഡൊമിനിക്കാണ് ഇതിൻ്റെ പ്രയുക്തമായിട്ട് വരണത്. അങ്ങനെ ഒരു മനുഷ്യനാണ്, വൈദികനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവത്തോട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിലൂടെയാണ് അത് ഉയർത്തിക്കൊണ്ട് വന്നത്, അത് നിറവേറ്റിക്കൊണ്ട് വന്നത്. പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവനും ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സംവിധാനമായി മാറി ജപമാല. അതൊക്കെ മുമ്പൊരു കാര്യമായിട്ട് ചെയ്തായിരുന്നു. എന്താണ്? കുരിശിൻ്റെ വഴി. അത് ഒരു മനുഷ്യനാണ് ചെയ്തത്. ആരാണത്? ഫ്രാൻസിസ് അസീസി. തുർക്കികൾ ജെറുസലേം മുഴുവൻ വളഞ്ഞ് അത് മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ നാട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാതിരുന്ന ഫ്രാൻസിസ് അസീസിക്ക് സങ്കടം വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഈ 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കർത്താവിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ച് കർത്താവിൻ്റെ വീഴ്ചയെക്കുറിച്ചും കുരിശ് ചുമക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആത്മാവിൽ ധ്യാനിച്ച് കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് ഐക്യപ്പെട്ട് അങ്ങേര് രൂപപ്പെടുത്തിയെടുത്തതാണ് കുരിശിൻ്റെ വഴി. ഒരു വ്യക്തിയാണ് അല്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തരെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിഷിക്തരിലൂടെയാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇത് തന്നെയാണ് ഈ 13-ാം നൂറ്റാണ്ടിൽ കാര്യം. ഇതെല്ലാം 12, 13, 14, 16 നൂറ്റാണ്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഭക്തകൃത്യങ്ങളാണ് ഇന്നും ജ്വലിച്ച് നിൽക്കണതേ. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്ട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ 100 കണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെൻറ്റിലൊക്കെ 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന അന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ആരുമില്ല,
നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടുതന്നെ ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ച് തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം ഒരു വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനാ പദ്ധതികളാണ് അതൊക്കെ. പക്ഷേ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളൊക്കെ ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെ ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യർ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യർ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. എയ്ഡൻ, കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പം അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിന് കുതികാലില്, സർപ്പത്തിന് തലക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം. അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോഴിതെന്ന് പറയണത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈ എടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈയിടിച്ച് കർത്താവിന് അത് കർത്താവിന് പുനർസമർപ്പണം ചെയ്യുക. ഏതെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം കൊടുക്കുക. സാക്ഷ്യം ദൈവമഹത്വത്തിൻ്റെ ഒരർത്ഥക്കുദാശയാണ്. അതിലൂടെയും കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ സുവിശേഷമാകുന്നതുമായ ഒരു അപ്പോസ്തല ശുശ്രൂഷയാണ്. ആൻഡ് ഇറ്റ്സ് എ ലേ അപ്പോസ്റ്റലിക് മിനിസ്ട്രി. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ നിമിഷം അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, വേദനിക്കുന്ന എല്ലാവരുടെ മേലും കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ, സ്തുതിക്കട്ടെ മക്കളെ, രോഗികളെ, പീഡിതരെ, അസ്ഥിവേദന എടുക്കുന്നവരെ, വിസർപ്പ രോഗികള്, സോറിയാസിന്റെ അസുഖമുള്ളവരെ, അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗർഭരോഗികള്, ഗർഭദശത്തിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്നവരെ, അതിൻ്റെ പേരിൽ പേടിച്ചിരിക്കുന്നവരെ, കിഡ്നി രോഗികളെ, കിഡ്നി ചുങ്ങിപ്പോകുന്നവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരെ, കർത്താവേ, അപ്പാ പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം തടസ്സമുള്ളവരെ, ഈശോയെ, മക്കൾ ഇല്ലാത്തവര്, കർത്താവേ, വീടുമില്ലാത്തവര്,
പെരുവഴി ആധാരം പോലെ ആയിപ്പോയവർ, കർത്താവെ ജോലിക്ക് പ്രോസസ്സിങ് നടക്കാത്തവർ, പരീക്ഷ പരാജയപ്പെട്ടവർ, ഇനി പരീക്ഷ എഴുതാൻ പണമില്ലാത്തവർ, അവരെല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരം മുഴുവൻ കുരുക്കളുള്ളവർ, ശരീരം മരവിച്ചവർ, വാതരോഗികൾ, വിസർപ്പ രോഗികൾ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, തലയ്ക്കും അകത്തും പുറത്തും ശരീരത്തിന് മുഴയുള്ളവർ, ശരീരത്തിൽ പൊറുക്കാത്ത വ്രണങ്ങളുള്ളവർ, അപ്പാ പിതാവേ കർത്താവ് ഇപ്പോഴേ അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അടുപ്പിടറ പോലെ, വൈദ്യ ആഘാതം പോലെ, ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വീണ്ടും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് വാടക കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിലും പരതൊഴിലും ഇല്ലാതെ അരഞ്ഞു നടക്കുന്നവരും വീട്ടിൽ ഇരിപ്പായവരെയും എന്തിന് പോകണമെന്ന് ഓർത്തോ കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനോരോഗികളെ, മാനസിക അസ്വസ്ഥതകളുള്ളവരെ, ഉറക്കമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ച ഉള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, വിദൂരങ്ങളുള്ള മക്കള്, ജയിലിലായവര്, നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള്, കേസ് വന്നിട്ടുള്ളവര്, തർക്കപുരടങ്ങൾ ഭാഗുടമ്പടി നടക്കാത്തവര്, കർത്താവ് പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി തോക്കുന്നവര്, സപ്ലൈ ഉള്ളവര് എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. റെക്കോർഡ് കൊടുക്കാത്തവര്, കർത്താവ് ഓരോ രാജ്യങ്ങളിൽ പഠനം, യുദ്ധം കാലം പഠനം നടത്തി പോകുന്നവര്, അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്നവരെ, അതിന് പണമില്ലാത്തവരെ, കപ്പാ പിതാവേ അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ നാമത്തിൽ ദൈവത്തിന് കൃപ ചൊരിയട്ടെ, വഴികൾ തുറയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മക്കളെ മൗനമായി പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണമായി, ഏറ്റവും നല്ല സമയമാണിത്. എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടേത് റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മ ജീവനോടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ, സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈകൾ നീട്ടണമേ. അപ്പം ആ മക്കളിപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ. തർക്കപ്പുരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ. മക്കളില്ലാത്ത അവസ്ഥ നമ്മൾ കൈ നീട്ടണമേ. വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പാ വിടുവിക്കണമേ. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം ആശ്രയം ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ, യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പാ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ.
മൗനമായി പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വീകരിക്കുക. ആശീർവാദവും നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ Ave